അല്ല, ഞാൻ പറയാം, പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ MLA-മാരോട് മാത്രമല്ല MP-മാരുടെ അഭിപ്രായം ചോദിക്കും 4-ാം തീയതി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പറയാലോ. എന്തഭിപ്രായം ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അന്ന് പറയാം. 4-ാം തീയതിക്ക് ശേഷം എത്ര സീറ്റ് കിട്ടും, UDF-ന്റെ എത്ര മെമ്പർമാർ ജയിച്ചു വരും, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാൻ ധാരാളം സമയമുണ്ട്. അതായത് ഇത്ര വല്ലാതെ ടെൻഷനിൽ 24 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. സാധാരണ പ്രവർത്തനമാണ് നമുക്ക് പറയാം. ഇത് ഒരു മുതിർന്ന നേതാവ്, KPCC പ്രസിഡന്റ്, നിലവിലെ MP, അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടാണ് ദേശീയ അധ്യക്ഷനോട് പറയുകയാണ് ഇന്നയാളെ, അതായത് ഇവിടെ മത്സരിക്കാത്ത ഒരാളെ, MP ആയിരിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുക. അല്ല, കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ടെന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയം ഇതല്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. ആര് തിരഞ്ഞെടുക്കുന്നുവോ ആ നേതാവ് 5 വർഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. അത് CPM-കാരോട് ചോദിക്കണം. അത് ഞങ്ങളുടെ വിഷയമല്ലല്ലോ. പിണറായി വിജയനാണോ അതോ ജയിച്ചു വരുന്ന പുതിയ ആളാണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചുമതല ഇത്തവണ ഇല്ല. അത് 2 തവണ ഞങ്ങളുടെ ടേം കഴിഞ്ഞു. 2 ടേം ഞങ്ങൾ കഴിഞ്ഞു. ഇനി അത് CPM-ന്റെ ആണ് കേട്ടോ. ഇനി അവർ തീരുമാനിച്ചോട്ടെ. അല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ബംഗാളിൽ പോകുന്നതിന് തടസ്സമില്ലല്ലോ. അവിടെ ഞങ്ങളുമായിട്ട് സഖ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഞങ്ങളുമായിട്ടുള്ള സഖ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ബംഗാളിൽ പോകുന്നതിന് എന്താ തടസ്സം? ഇത് ബംഗാളിൽ പോയാൽ മോഡിക്ക് വല്ലതും തോന്നിയെങ്കിലോ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബംഗാളിൽ ഇത്തവണ പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല സത്യം പറഞ്ഞു.